അതിലോട്ട് ഒഴിച്ച് ഒരു പിടി പിടിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. എന്ത് ടേസ്റ്റാണെന്ന് അറിയാവോ? പ്രവാസികൾക്ക് മാത്രമേ മനസ്സിലാവൂ ഈ രുചിയുടെ പ്രത്യേകത. ഇവിടെ ഇതൊക്കെ ചെയ്യാൻ പറ്റും, ഇവിടെ ഇതൊക്കെ കിട്ടും, പക്ഷെ ഈ ഒരു ടേസ്റ്റ് എവിടെയും കിട്ടത്തില്ല മക്കളെ, എവിടെയും കിട്ടത്തില്ല. അങ്ങനെ അതെല്ലാം കഴിച്ച് ഞാൻ താണ്ടെ എല്ലാം വൃത്തിയാക്കി മൊത്തം കഴിച്ചു ഗൈസ്. എൻ്റെ അതപ്പം വന്നല്ലോ, എൻ്റെ അതപ്പം വന്നല്ലോ. ഉമ്മ കൊടുത്തേ, ഉമ്മ. രാവിലെ നേരെ പല്ലും തെച്ച് നേരെ ഫ്രിഡ്ജിൽ പോയി പച്ചച്ചക്ക എടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കും ഇവളെ ഒരു വെളുപ്പിനെയൊക്കെ പച്ചച്ചക്ക തിന്നിട്ട് എന്താ അവസ്ഥയെന്ന്. അറിയില്ല ഗൈസ്, പക്ഷെ കൊതി അടക്കാൻ വയ്യ. ഉറക്കത്തിലും പച്ചക്ക എന്നായിരുന്നു എൻ്റെ വിചാരം. അങ്ങനെതാണ് എന്നെ പച്ചക്ക ഞാൻ അകത്താക്കിയിട്ട് ഇങ്ങനെ സംതൃപ്തി അണയുകയാണ്. ഇനിയും പോരട്ടെ എന്ന മൈൻഡ് സെറ്റിലൂടെ അങ്ങനെ ചക്കയൊക്കെ ഒരുവിധം തിന്ന് തീർത്ത് അടുത്ത ഐറ്റം എടുത്തു. കുറേ പലഹാരങ്ങൾ. ഇവിടെങ്ങും പലഹാരം കിട്ടാഞ്ഞിട്ടല്ല, പക്ഷെ നാട്ടിലെ പലഹാരത്തിന് വേറൊരു രുചിയാണ്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ പൊന്നോ, കുറേ ചക്കവരലും മദർസേവയും അതും ഇതും ഒക്കെ കൊണ്ടു തന്നു. പിന്നെ എൻ്റെ നമ്മുടെ പഴുത്ത മാങ്ങ വേറെയും. അങ്ങനെ രാവിലെ നാട്ടിലെ ലഡുവൊക്കെ തിന്നൊന്ന് രുചിച്ച് നോക്കി ഗൈസ്. സംഭവം ഇതോടുകൂടി എൻ്റെ വീഡിയോ അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. ഇതൊക്കെ നിങ്ങൾക്കും തിന്നാൻ കൊതിയാകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് ആരത്തിലും കൊണ്ടുവരാൻ പറ. അങ്ങനെ എൻ്റെ കുട്ടീനെ ഞാൻ ഉറക്കി കിടത്തി ലഡുവും തിന്ന് ഞാൻ എന്താ